രാഹുൽ, ഒരു വാർത്തയാണ്. പരലോകം കണ്ട പവിത്രൻ വിധി മാറ്റിയത് കൈയുടെ ആനക്കം. മോർച്ചറി വാതിലിലെത്തിയ 67-കാരന് സിനിമാ കഥയെ വെല്ലും രണ്ടാം ജന്മം. വാർത്ത പറഞ്ഞു വെക്കുന്നത് പവിത്രൻ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിന് ശാരീരികമായ അസുഖങ്ങൾ, ശ്വാസതടസ്സവും ഹൃദയവൃക്ക സംബന്ധമായ അസുഖങ്ങളും ഉണ്ടായിരുന്നു. ഇത് കാരണം അദ്ദേഹം മംഗളൂരുവിലുള്ള ഒരു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിതീവ്ര വിഭാഗത്തിലായിരുന്നു അദ്ദേഹം. 3 ദിവസത്തോളം മാത്രമേ അദ്ദേഹത്തിന് ജീവൻ ഉണ്ടാവുകയുള്ളൂ എന്ന രീതിയിൽ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയുണ്ടായി. അവസാനം പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോൾ വീട്ടുകാർ തന്നെ പറഞ്ഞു, എന്നാൽ വെന്റിലേറ്ററിൽ നിന്ന് എടുക്കാം, കുഴപ്പമില്ലാതല്ല, വെന്റിലേറ്ററിൽ നിന്ന് എടുക്കാം, ഇനിയും ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വീട്ടുകാരെത്തി. അങ്ങനെ അദ്ദേഹം മരിച്ചു എന്ന വിധി എഴുതി. അങ്ങനെ അവിടുത്തെ മംഗളൂരുവിൽ നിന്ന് അദ്ദേഹത്തിന്റെ വീട് കണ്ണൂരാണ്. കണ്ണൂരിലേക്ക് കൊണ്ടുവരികയാണ് അദ്ദേഹത്തിന്റെ മൃതശരീരം. അങ്ങനെ കണ്ണൂരിലേക്ക് എത്തുമ്പോൾ അവർ തീരുമാനിക്കുകയാണ്, നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകണ്ട, മോർച്ചറിയിൽ വെക്കാം, അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എടുക്കാം എന്ന തീരുമാനത്തിലെത്തുന്നു. അങ്ങനെ കണ്ണൂർ AKG ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് പവിത്രന്റെ മൃതദേഹം എത്തുകയാണ്. അവിടെ മോർച്ചറി വാതിൽക്കൽ ടെക്നീഷ്യനും കാത്ത് നിൽക്കുന്ന ഇടയ്ക്ക് ഈ ശരീരത്തിൽ നിന്ന് ഒരു ചെറിയ അനക്കം ഉണ്ടാവുന്നു കൈയിന്റെ ഭാഗത്ത്. ഇത് കാണുന്നത് അറ്റൻഡർ ജയനാണ്. പൊതുവെ നമ്മളെല്ലാവരും പേടിക്കുമെങ്കിലും അദ്ദേഹത്തിന് അതില് എന്തോ ഒരു പ്രതീക്ഷ തോന്നിയിട്ടായിരിക്കണം ഡോക്ടറെ വിളിക്കുന്നു. പിന്നീട് നോക്കുമ്പോൾ അദ്ദേഹം തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. നമ്മളൊക്കെ ആയിരുന്നു ആ അവസ്ഥയിലെങ്കിൽ നമ്മളൊക്കെ പേടിച്ചോടി. തീർച്ചയായിട്ടും നമ്മളെ അത്രയും പ്രിയപ്പെട്ട ഒരാളാണെങ്കിലും മരിച്ചു എന്ന് ഡോക്ടർമാർ വിധി എഴുതിയതിനു ശേഷം അദ്ദേഹം ഒന്ന് അനങ്ങിക്കഴിഞ്ഞ് മോർച്ചറിയിലേക്ക് കൊണ്ടുവന്ന എല്ലാ പേപ്പറുകളും എഴുതി ഒപ്പിട്ട് കൊടുത്തു വീട്ടുകാർ മോർച്ചറി വെക്കാൻ വേണ്ടിട്ട്. അപ്പം ചെല്ലുമ്പോ ആൾക്ക് ജീവൻ വെക്കുന്നു എന്നൊക്കെ തോന്നുന്ന മോർച്ചറി ജീവനക്കാരന് ചിലപ്പോ തോന്നിക്കണേ ഇനി പ്രേതം വല്ലതും ഉണ്ടോ. നമ്മളാണെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നും. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ഇതുകൊണ്ട് അദ്ദേഹം അപ്പം തന്നെ കാഷ്വാലിറ്റിയിലേക്ക് ആ രോഗിയെ കൊണ്ടുപോകുന്നു. ഡോക്ടർമാർ പരിശോധിക്കുന്നു, ചെറിയൊരു ജീവന്റെ തുടുപ്പ് കാണുന്നു, അപ്പം തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു. അത് ഒരു അത്ഭുതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തീർച്ചയായിട്ടും ഒരു രണ്ടാം ജന്മം തന്നെയാണത്. കാരണം കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം ഫ്രീസറിന്റെ ഉള്ളിലാണ്, ഇനി ഉള്ള ജീവൻ പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെടാം. അപ്പൊ ആ കയ്യനൊക്കെ ഒന്നും അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ജീവനോടെ തന്നെ ഇപ്പോഴത്തെ കാലത്തെ സമാധി എന്നൊരവസ്ഥയിലേക്ക് കടന്നു പോയത്. അല്ല, തീർച്ചയായിട്ടും ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനം അവർ വേണ്ടെന്ന് വെക്കുകയാണ്. നേരെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. വീട്ടിൽ കൊണ്ടുപോയി ഇതിൽ ശ്രദ്ധിക്കപ്പെടണമെന്നില്ല. പിന്നീട് അദ്ദേഹത്തെ ദഹിപ്പിക്കുകയോ കുഴിച്ചിടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അറിഞ്ഞിട്ടല്ലെങ്കിൽ പോലും ഒരു ജീവനുള്ള ശരീരത്തെയാണ് അത് ചെയ്യുന്നത്. അത് എത്രത്തോളം ഭയാനകമാണ് എന്നുള്ള ഒരു വലിയൊരു പോയിന്റ് ഉണ്ട്. ഈ വാർത്ത കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് സന്തോഷം തന്നെയാണ് തോന്നുന്നത്. പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം മരിച്ചു എന്ന് മുൻപത്തെ ആശുപത്രിയിലുള്ളവർ പറഞ്ഞിട്ടുണ്ടാവുക? ഇപ്പോഴത്തെ കാലത്തെ ആശുപത്രികളെ പറ്റി ഇതുകൊണ്ട് ഒരുപാട് അലിഗേഷൻസ് വരുന്നുണ്ട്. നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കത്രികയൊക്കെ വയറിന്റെ അകത്ത് വെക്കുക, അതേ കൂട്ട് കൈക്ക് ഓപ്പറേഷൻ വരെ കാലിന്റെ ഓപ്പറേഷൻ, കൈകൾ മാറി ഓപ്പറേഷൻ, ഇടത്തെ കൈയുടെ പ്രശ്നത്തിന് വലത്തെ കൈ ഓപ്പറേഷൻ ചെയ്യുക, അങ്ങനെ ഒരുപാട് അലിഗേഷൻസ് പല ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മെഡിക്കൽ ഫീൽഡിനെ തന്നെ ആളുകൾക്ക് വിശ്വാസമില്ലാത്ത രീതിയിൽ ഇപ്പം തന്നെ വലിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് ഈ ആയുർവേദവും അലോപ്പതിയും തമ്മിൽ. അലോപ്പതി ഡോക്ടർമാർ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കത്തില്ല ആയുർവേദം നല്ലതാണ് എന്ന്. പക്ഷെ ഇപ്പോഴത്തെ വശത്ത് അതേ കൂട്ട് തന്നെ അലോപ്പതി ഭയങ്കര. അപ്പൊ ഇവര് തമ്മിലൊരു വലിയൊരു മത്സരമാണ്. അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുന്നതിന് വേണ്ടി ഒരുപാട് മത്സരം കാണും. പല ഡോക്ടർമാരും ഒരാവശ്യമില്ലാത്ത മരുന്നുകൾ ഒരുപാട് കൊടുക്കുന്നുണ്ട്. പല സപ്ലിമെന്ററികളും ഒരുപാട് ഇപ്പം നമ്മളൊരു സ്കിന്നിന്റെ ഒരു ആവശ്യമായിട്ട് ചെല്ലുക, ഒരാവശ്യമില്ലാത്ത സപ്ലിമെന്ററികൾ എഴുതി കൊടുക്കുന്ന ഡോക്ടർമാർ. അവിടെ ഞാൻ പറയുന്ന വേറൊരു കാര്യം എന്താണെന്നറിയോ, ഇന്നത്തെ ജനങ്ങളുടെ ഒരു പ്രശ്നത്തെ കുറിച്ച് ഞാനോട് പറയാം. ഇപ്പൊ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോവുകയാണ്. ഇപ്പൊ എനിക്ക് അതികഠിനമായ പനിയും തലവേദനയും ഒക്കെ ഉണ്ടെന്നിരിക്കട്ടെ, ഞാനൊരു ഡോക്ടറെ അടുത്തേക്ക് പോവുകയാണ്. അപ്പൊ ഡോക്ടർ എന്നോട് പറയുകയാണ്, കുഴപ്പമൊന്നുമില്ല, കുറച്ച് ദിവസം റെസ്റ്റ് എടുത്താൽ മതി, ഇത് മാറും, മരുന്നൊന്നും വേണ്ട, വീട്ടിൽ പോയി കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് എടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും? പൊട്ട ഡോക്ടർ, ആൾക്ക് ഒരു ഗുളിക തരാൻ പോലും അറിയില്ല. ആ ചിന്തയിലേക്കാണ് ഇന്നത്തെ ആൾക്കാർ പൊക്കോണ്ടിരിക്കുന്നത്. പല ആളുകൾ ഇപ്പോഴും ഉണ്ട്. അത് ആളുകൾ ഒരുപാടുണ്ടെന്ന് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം നമ്മളെ പോലുള്ളവരുടെ മനസ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഡോക്ടറിന്റെ അടുത്ത് പോകണം. അപ്പം ഡോക്ടർ ഒരു ഗുളിക തന്നു കഴിഞ്ഞാൽ നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ മാറുമെന്നൊരു വിശ്വാസത്തിലാണ് പോകുന്നത്. അപ്പം ഡോക്ടർ പറയാം, നിനക്ക് ഗുളികയൊന്നും വേണ്ട, നിനക്കൊരു അസുഖവും ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഇവൻ എന്ത്. തീർച്ചയായിട്ടും എന്ത് ഡോക്ടറാ ഇത്? ഈ ഡോക്ടർക്കൊന്നും അറിയില്ലേ? അതല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു എന്താ പറയാ, ഇത്തരത്തിൽ ഗുളികകൾ 1-2 ഗുളിക കിട്ടി, 2 ഗുളികയിൽ എന്റെ അസുഖം നമ്മളാണ് അത് തീരുമാനിക്കുന്നത്. 2 ഗുളികയിൽ നമ്മൾ അസുഖം മാറും. വിറ്റാമിന്റെ ഗുളിക, ആന്റിബയോട്ടിക്സ് തന്നില്ലല്ലോ, ഇതെന്താ തരാത്തെ? അത് പിന്നെ നമ്മൾ തന്നെയാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോ ഒരുപാട് സ്കിറ്റുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഇത്തരത്തിൽ ഡോക്ടറോട് അങ്ങോട്ട് പോയിട്ട് ഗുളികയുടെ പേര്, ഈ ഗുളിക കഴിച്ചാൽ പോരെ. കാരണം ഇപ്പൊ ഗൂഗിൾ ഉണ്ട്, നമുക്ക് അതിനുള്ള ആക്സസുകൾ ഉണ്ട്.
അപ്പോൾ അത് ഒരു സ്വഭാവമായി മാറിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് രോഗികളുടെ ഭാഗത്തും അവിടെ തെറ്റുണ്ട്. ദുരുപയോഗം ചെയ്യുന്ന ഡോക്ടർമാരുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആവശ്യമില്ലാത്ത സപ്ലിമെന്റുകൾ എഴുതി കൊടുത്തുകൊണ്ട് ഈ കമ്പനികളുമായിട്ട് ചെറിയൊരു ടൈപ്പ് കാണും. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് അവർ ആ സപ്ലിമെന്റുകൾ എഴുതി കൊടുക്കും. ഇപ്പം നമ്മൾ പറയാം സ്കിന്നിന്റെ ഡോക്ടർ, ആ സ്കിന്നിന്റെ ഡോക്ടറെ കൂടുതലും വന്ന് കാണുന്ന അതുമായി നിൽക്കുന്ന മരുന്നുകൾ വിതരണം ചെയ്യുന്ന ആളുകളായിരിക്കും കൂടുതൽ ചെന്ന് കണ്ടിട്ട് ഈ മരുന്ന് നല്ലതായിരിക്കും, ഈ മരുന്ന് ഒരാവശ്യമില്ലാതെ സപ്ലിമെന്ററി ഡോക്ടർമാർ കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു വട്ടം ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇരിക്കുന്ന ഒരുപാട് പേർ ബാഗുകൾ പിടിച്ചിരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ അത് മൊത്തം മെഡിക്കൽ റെപ്രസെന്റേറ്റീവുകളാണ്. രോഗികളെക്കാൾ കൂടുതൽ അവിടെ ഉള്ളത് മെഡിക്കൽ റെപ്രസെന്റേറ്റീവുകളാണ്. നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു 2 മണിക്ക്, അതായത് OP ടൈം അവസാനിക്കുന്ന ടൈമിലേക്ക് നമ്മൾ എത്തിച്ചെന്ന് വിട്ട് കഴിഞ്ഞാൽ അവിടെ രോഗികളെക്കാളും കൂടുതൽ മെഡിക്കൽ റെപ്രസെന്റേറ്റീവുമാരാണ്. അവർ ആ സൂട്ടും കൂട്ടും ഒക്കെ ഇട്ട് മറ്റേ ടാബൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കും. ഡോക്ടർ ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ നേരെ ചെന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താ, അത്രയും മരുന്നുകൾക്ക് ആവശ്യകത കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരാവശ്യമില്ലാത്ത പല മരുന്നുകളും ഡോക്ടർമാർ സപ്ലിമെന്റ് എഴുതി കൊടുക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ കമ്പനികൾ ജീവിച്ചു പോകുന്നുണ്ട് നമ്മളെ വഞ്ചിച്ച്. അതെ, ഒരു രീതിയിൽ നോക്കുമ്പോൾ ഡോക്ടേഴ്സ് ഫോഴ്സ്ഡ് ആണ് ഇത്തരത്തിലുള്ള മരുന്നുകൾ കൊടുക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ രോഗികൾ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെന്നിട്ട് എന്താ ചോദിക്കുക, പനിക്കൊരു മരുന്ന് തരുമോ, അല്ലെങ്കിൽ തലവേദനയ്ക്കൊരു മരുന്ന് തരുമോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്, അല്ലെ? അല്ലാതെ പനി എങ്ങനെയാ മാറുക, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ആരും ഇവിടെ ചോദിക്കുന്നില്ല. എന്നാരും ചോദിക്കാൻ തയ്യാറല്ല. എല്ലാവർക്കും മരുന്നുകളോടാണ് പ്രിയം. മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ ഒരു പാരസെറ്റമോൾ ഒക്കെ ഒരു ലിമിറ്റിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ കരൾ സംബന്ധമായ പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ എത്രത്തോളം ബാധിക്കുമെന്ന് പല റിസർച്ചുകളും തെളിയിക്കുന്നുണ്ട്. ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് അതിനെക്കുറിച്ച്. എന്നാലും ഇന്നിപ്പോൾ ചെറിയ തലവേദന വന്നാൽ ഒരു പാരസെറ്റമോൾ കഴിക്കാം ഇത് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം, പ്രത്യേകിച്ച് മലയാളികൾ ഇന്ന് ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഒരുപാട് നല്ല ഡോക്ടർമാരും ഉണ്ട്. ഞാൻ ഇടയ്ക്ക് വെച്ച് എൻ്റെ തലവേദനയ്ക്ക് വേണ്ടി ഡോക്ടറിൻ്റെ അടുത്ത് പോയി. അദ്ദേഹത്തിനോട് എനിക്ക് മൈഗ്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് മൈഗ്രെയിൻ്റെ ഗുളിക ഇപ്പോഴും കഴിച്ചു തുടങ്ങണ്ട, അതൊരു പരിധിയിൽ കൂടുതലാവുകയാണെങ്കിൽ മാത്രം മരുന്ന് കഴിച്ചാൽ മതി. അങ്ങനെ പറയുന്ന ഒരുപാട് ഡോക്ടർമാരും ഉണ്ട്. ശരിക്കും അങ്ങനത്തെ ഡോക്ടർമാരാണ് വേണ്ടത്. അതാണ് അനിവാര്യത എന്ന് പറയുന്നത്. അതെ, അതായത് സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഡോക്ടർമാര് നമുക്ക് കൂടുതൽ വേണം. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രോഗികളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഡോക്ടർമാരുടെ എണ്ണവും കൂടുകയാണ്. ഇന്ന് എത്രത്തോളം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണുള്ളത്, ഇവർക്കൊക്കെ എത്രത്തോളം ക്വാളിഫിക്കേഷൻസ് ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? നമ്മളിപ്പോൾ ഒരു സർക്കാർ ആശുപത്രികളെ തന്നെ എടുത്തേ, നമ്മൾ ആദ്യം പോയി എത്തിപ്പെടുന്നത് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ കയ്യിലാണ്. അത് കഴിഞ്ഞിട്ട് അവരുടെ ഇത് കഴിഞ്ഞ് അവർക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മളൊരു സീനിയർ ഡോക്ടർ നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അല്ല, അവർക്കും പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. പക്ഷെ അത് ഡിപ്പെൻസ്, അതിനുള്ള അവസരങ്ങൾ ഒരു പെർട്ടിക്കുലർലി അവർ എടുക്കണം എന്നുള്ളതാണ്. അല്ലാതെ സീരിയസ് ആയ വിഷയങ്ങളിൽ ഇങ്ങനെ ഇടപെടാം. അവനെ ഇപ്പോ കുറച്ച് വ്യാജ സർട്ടിഫിക്കറ്റുകളുമായി ഡോക്ടർമാരായിരിക്കുന്ന എത്ര പേരാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ശില്പം ശ്രദ്ധിച്ചാൽ ഈ നാട്ടും പുറത്തുള്ള ഹോസ്പിറ്റലുകൾ, ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കണം. അത് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടെ എല്ലാ ദിവസവും അടിയും വഴക്കുമാണ്. ഏത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞാലും ഒരു പനിയുടെ ആളുകൾ ഇങ്ങനെ കൂടുതൽ വന്നുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമായിട്ട് വരുന്ന ആളുകൾ കൂടുതൽ വന്ന് ഒന്ന് ഡോക്ടറിനെ കാണാൻ പറ്റാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവുക, അല്ലെങ്കിൽ മരുന്ന് കിട്ടാത്തതിന് വേണ്ടിയിട്ട് വഴക്കുണ്ടാവുക. ആളുകൾ തമ്മിൽ അത്രയും പ്രശ്നങ്ങളിലേക്ക് പോകുന്ന രീതിയിലേക്ക് ആളുകൾ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്ക്. എന്തായാലും ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഇപ്പൊ പവിത്രൻ രക്ഷപ്പെട്ടു. ഒരു അറ്റൻഡറിന്റെ ഒരു ശ്രദ്ധ കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചു. അങ്ങനത്തെ അബദ്ധങ്ങൾ ഇനിയും ഡോക്ടർമാരൊന്നും ചെയ്യാതിരിക്കട്ടെ എന്നുള്ളതാണ്. ജീവന്റെ വിലയാണ്.